എൻ്റെ പേര് അനുജാജ്. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 ഓൺലൈൻ ബാച്ചാണ്. ബികോം കഴിഞ്ഞാൽ ആദ്യം ഞാൻ CA CMA ഇതൊക്കെ പ്രിഫർ ചെയ്യാനാണ് നോക്കിയത്. പക്ഷേ ഇതിനൊക്കെ കുറേ ടൈം കൺസ്യൂമിംഗ് കൂടാതെ നല്ല ടഫുമാണ് പഠിക്കാൻ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തു യൂട്യൂബിൽ. എനിക്ക് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സും വേണം, എന്നാലും എനിക്ക് ടൈം കൺസ്യൂമിംഗ് ആകാൻ പാടില്ല, ഈസി ആവണം, പഠിക്കാൻ ഈസി ആവണം. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഈ കോഴ്സ് കണ്ടത്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി യൂട്യൂബിൽ പിന്നെ ഗൂഗിളിൽ ഞാൻ കുറേ സെർച്ച് ചെയ്തു. പിന്നെ നല്ല കോച്ചിങ് സെൻറ്റർ ഏതാണെന്ന് നോക്കി. അപ്പോൾ പബ്ക്യൂആണ് ഞാൻ ആദ്യം കണ്ടത്. അപ്പം ഗൂഗിളിൽ പബ്ക്യൂൻ്റെ നമ്പർ എടുത്ത് കോൾ ചെയ്തപ്പോൾ ഇവർ ഈ ടീമിനോട് സംസാരിച്ചപ്പോൾ ഇതിനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ജോയിൻ ചെയ്തു. ഞാൻ 2023 മെയ് ഓൺലൈൻ ബാച്ചായിരുന്നു. ആദ്യം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കുറച്ച് ടഫായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആദ്യം കാണാൻ പറ്റത്തില്ല, ഫ്രണ്ട്സ് ഇല്ല, ടീച്ചേഴ്സിനെ കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു എനിക്ക്. പിന്നെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഓൺലൈൻ ക്ലാസ് എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. ടീച്ചേഴ്സാണെങ്കിലും സ്റ്റാഫാണെങ്കിലും നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ റെക്കോർഡഡ് ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കോഴ്സല്ല. ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ജോലി ചെയ്ത് ഒഴിവ് സമയങ്ങളിലാണിത് പഠിക്കുന്നത്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് റെക്കോർഡഡ് വീഡിയോസ് ഉള്ളതുകൊണ്ട് എനിക്ക് റെക്കോർഡഡ് ക്ലാസ് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ പഠിച്ച് പിന്നെ എപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്തുണ്ടെങ്കിലും ടീച്ചേഴ്സിനെ സാറിനെയൊക്കെ വിളിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. പേഴ്സണൽ മെസ്സേജ് അയക്കും നമ്മൾ വാട്സാപ്പിൽ. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോസ് കാണുക, സർജൻറ്റിൻ്റെ മെറ്റീരിയൽസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പബ്ക്യൂക്കാർ. അപ്പോൾ അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും. പിന്നെ അവിടെ എന്നിട്ട് ഞാൻ തന്നെ ഷോർട്ട് നോട്ട്സ് പ്രിഫർ ചെയ്യും. കൂടാതെ അവിടെ നോട്ട്സും ഉണ്ട്, സർജൻറ്റിൻ്റെ നോട്ട്സ് ഉണ്ട്, അവൈലബിൾ ആണ്. അത് ഞാൻ ഇങ്ങനെ വായിക്കും. എന്നിട്ട് എൻ്റെ നോട്ട്സൊക്കെ പഴയത് വായിക്കുക, ക്വസ്റ്റ്യൻസ് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുക, പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക. അതിന് മുമ്പ് റിവിഷൻ ക്ലാസ് ഉണ്ട് ഇവിടുത്തെ റിവിഷൻ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോകും. ഇത് കഴിഞ്ഞാൽ CPA എടുക്കാനാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ടാക്സേഷൻ മേഖലയാണ്. അപ്പോൾ CPAക്ക് നമുക്ക് അക്കൗണ്ടിങ്, ഓഡിറ്റിങ് അങ്ങനെ വേറെ മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. കൂടാതെ നമുക്ക് ജോബ് പ്രൊമോഷനും ഹൈ സാലറിയും കിട്ടും. അപ്പോൾ നമ്മുടെ കരിയർ ഗ്രോത്തിന് വേണ്ടി ഒരു പ്രൊഫഷണൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയാണ് CPA ഞാൻ തിരഞ്ഞെടുത്തത്.